Okay, last video പറഞ്ഞുകൊണ്ടിരുന്ന a 16 pile group has to be arranged in the form of a square in a soft clay with uniform spacing. Neglecting the end bearing, determine the optimum value of spacing of the pile in terms of pile diameter, assuming a shear mobilization factor of 0.6. ഈ shear mobilization factor എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ആൽഫയാണ്. പിന്നെ 16 ഗ്രൂപ്പ് പൈലും തന്നിട്ടുണ്ട്. പിന്നെ സ്പേസിങ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇത് എൻ ബെയറിങ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഷിയർ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ സൈഡിലുള്ള ഫ്രിക്ഷൻ മാത്രം നോക്കിയാൽ മതി. എന്നിൻ്റെ വാല്യൂ 16 തന്നിട്ടുണ്ട്, ആൽഫയുടെ വാല്യൂ 0.6 തന്നിട്ടുണ്ട്, വേറെ ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ QU ഇസ് ഈക്വൽ ടു ആൽഫ സി എ എസ് എന്നാണ്. അപ്പോൾ QU ഇസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സി ഇൻറ്റു എ എസ്, അതായത് 0.6 ഇൻറ്റു സി ഇൻറ്റു പൈ ഡി എൽ. ഇപ്പോൾ ഫോർ 16 പൈൽസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 16 ഇൻറ്റു 0.6 ഇൻറ്റു സി ഇൻറ്റു പൈ ഡി എല്ലാണ്. അപ്പോൾ ബ്ലോക്ക് പൈൽ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എൻ ബെയറിംഗ് അസ്യൂം ചെയ്യുന്നില്ല, ആൽഫ ഇൻറ്റു സി ഇൻറ്റു ഏരിയ ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എടുക്കേണ്ടത്. ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും അപ്പോൾ നമ്മൾ ബ്ലോക്ക് എടുത്താലും. സീൻ്റെ വാല്യൂ സി ആയിട്ട് ഡിനോട്ട് ചെയ്യാം. പിന്നെ ഏരിയ എന്ന് പറയുന്നത് 4 ഇൻറ്റു ഒരു സൈഡിൻ്റെ ലെങ്ത്താണ്. ഒരു സൈഡിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്ര സ്പേസിംഗ് ഉണ്ട്? 1, 2, 3. പിന്നെ ബാക്കിയുള്ള എത്രയാണ്? ഹാഫ് ഡയമീറ്റർ. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമുക്ക് 3S + D എന്ന് പറയുന്നതായിരിക്കും ഒരു സൈഡിലെ ലെങ്ത്ത്. അപ്പോൾ 4 ഇൻറ്റു ഒരു സൈഡിലെ ലെങ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് പൈൽ, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പൈൽ എന്ന് പറയുന്നത് L എടുക്കുക. അങ്ങനെയാണ് നമുക്ക് ബ്ലോക്ക് പൈൽ ഫെയിലിയറിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്തുമായിരുന്നു? neglecting the environment, determine the optimum value of spacing. Optimum value of spacing എന്ന് പറയുന്നത് 100% എഫിഷ്യൻസി കിട്ടുമ്പോഴുള്ള സ്പേസിംഗ് ആണ്. അപ്പോൾ 100% എഫിഷ്യൻസി എന്ന് പറയുന്നപ്പോഴത്തേക്ക് എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ബ്ലോക്കുള്ള പൈലിൻ്റെ കപ്പാസിറ്റി ഡിവൈഡ് ബൈ ഇൻഡിവിജ്വൽ പൈലിൻ്റെ കപ്പാസിറ്റി ഇൻറ്റു നമ്പർ ഓഫ് പൈൽസ്. അതാണ് ഈ ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1 into C into 4 into 3S plus D into L is equal to 1. അല്ലെങ്കിൽ into L divided by 16 into 0.6 into C into pi dl is equal to 1. അപ്പം ഈ 3S plus Dയും ഈ LL കട്ടായി പോവും, സിയും കട്ടായി പോവും, ബാക്കിയുള്ള ടേംസ് 4ഉം 16ഉം കട്ടായി പോകും. അതെല്ലാം കട്ടായി പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവൻച്വലി കിട്ടും എങ്ങനെയാണ്? 12S plus 4D is equal to 30.16 ഇൻറ്റു ഡി എന്ന് പറഞ്ഞ ഇതിൽ ഈ ഡിനോമിനേറ്ററിലുള്ള ടേം ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 12S + 4D is equal to 30.16 ഡി എന്ന് കിട്ടും. അപ്പോൾ 12S is equal to നമുക്കെതിരാ 30.16 ഡി മൈനസ് 4D എന്ന് കിട്ടും. S is equal to 2.18 ഡി എന്ന് കിട്ടും. അപ്പം നമ്മൾ നേരെ ഫൈനലി S is equal to 2.18 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ഇതെന്ന് പറഞ്ഞ രീതിയിൽ ഡയമീറ്റർ ഓഫ് പൈൽ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഫൈനൽ ആൻസറായിട്ട് കിട്ടുക. അപ്പം എസ് മീൻസ് സ്പേസിങ് ചോദിക്കുന്ന ക്വസ്റ്റനിലെല്ലാം നമുക്ക് എഫിഷ്യൻസി മിക്കവാറും തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര എഫിഷ്യൻസി ആണെങ്കിൽ സ്പേസിങ് എങ്ങനെ ആയിരിക്കണം എന്ന രീതിയിൽ. അപ്പോൾ നേരെ ബാക്കിയുള്ള ടേംസ് എല്ലാം നേരെ ഇക്വേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന എഫിഷ്യൻസിയുടെ ഇക്വേഷൻ്റെ അകത്ത് ഇടുമ്പോഴത്തേക്ക് എസ് മാത്രമല്ലെങ്കിൽ വേറൊരു ടേം മാത്രം നമുക്ക് അറിയത്തില്ല. സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോഴത്തേക്ക് എസ് ഇസ് ഈക്വൽ ടു തന്നെ കിട്ടും. അങ്ങനെയാണ് സ്പേസിങ് കണ്ടുപിടിക്കുക. പിന്നെ വേറെ ഒരു പ്രോബ്ലം എന്ന് പറയുകയാണെങ്കിൽ this question is: it is proposed to provide a pile foundation for a heavy column. The pile group consisting of 4 piles placed at 2 meters center to center, forming a square pattern. The underground soil is clay having cohesive surface as 60 kN per meter square, and the depth of 10 meters as 10 Newton per meter square. Softly having a cohesion surface of 60 kN per meter square at a depth of 10 meter and as 10 kN per meter square below it എന്നാണ് അവർ ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. Compute the allowable column load on pile cap if the piles are circular having diameter of 0.5 meters each.
ഇപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് എത്ര 4 പൈലുണ്ട്. അപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റും അറിയാം. പിന്നെ നമുക്ക് ഈ പൈലിൻ്റെ തന്നിരിക്കുന്നുണ്ട്, സ്പേസിങ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തേക്ക് ഒരു സൈഡിൻ്റെ ലെങ്ത് എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. സ്പേസിങ് പ്ലസ് ഡയമീറ്റർ, ഒരു ഡയമീറ്റർ 0.5 ഡയമീറ്റർ 0.5 ഡയമീറ്റർ 0.5 ഡയമീറ്റർ 0.5 ഡയമീറ്റർ രണ്ട് സൈഡിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. C1ൻ്റെ വാല്യൂ 16, C2ൻ്റെ വാല്യൂ 10 എന്നാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ അവർ പ്രോബ്ലത്തിന് ചെയ്തേക്കുന്നത് 100 ആയിട്ടാണ്. ഓക്കെ, അപ്പം അവർ ഇങ്ങനെ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, ഇങ്ങനെ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാമിന് വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നിട്ടുണ്ടാവും. ഒരു ആവറേജ് ക്വസ്റ്റൻ, ഇപ്പോൾ 2 ക്വസ്റ്റൻ വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആവറേജ് എടുത്തിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പം 60 + 100 / 4, അപ്പം 80 kN/m² എന്ന് കിട്ടും. ലെങ്ത് ഓഫ് പൈൽ എന്ന് പറയുന്നത് 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് പൈലാണ് 10 മീറ്റർ. ഡയമീറ്റർ ഓഫ് പൈൽ തന്നിട്ടുണ്ട്. നമ്മളപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? കമ്പ്യൂട്ട് ദ അലോവബിൾ കോളം ലോഡ്, എത്ര ലോഡ് താങ്ങാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത ഒരു സിംഗിൾ പൈലിൻ്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കണം. സെയിം ഇക്വേഷൻസ് തന്നെയാണ്, അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. CP, NC, AP. CP എന്ന് പറയുന്നത് മറ്റേ ബെയറിങ്ങിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ ഈ പറഞ്ഞ പോലെ 100 എടുക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ് അല്ലേ, ഒരാദ്യം തന്നെങ്കിൽ 60 at depth of 10 meter and as 100 kN എന്ന് പറഞ്ഞുള്ളത് കൊടുത്തേക്കാൻ തെറ്റാണ്. അത് അവനൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ളതുകൊണ്ട്. അപ്പം ആ CP എന്ന് പറയുന്നത് 100 നിങ്ങൾ നോക്കണ്ട, കൺഫ്യൂസിങ് ആണെങ്കിൽ വിട്ടേക്ക്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം എല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഇഗ്നോർ ചെയ്ത് വിട്ടേക്ക്. ജസ്റ്റ് പറയുന്നുള്ളൂ, ടേംസ് ഇങ്ങനെ പെറുക്കി എഴുതും. അങ്ങനെ നമുക്ക് QU കിട്ടും. അപ്പോൾ 4 പൈൽ വരുമ്പോഴത്തേക്കും × 4 ചെയ്യും. ബ്ലോക്ക് ഫീൽഡ് വരുന്ന സമയത്ത് അതുപോലെ തന്നെ. എപ്പോഴും ഓർക്കണം, NC എപ്പോഴും പൈലിൻ്റെ കേസിൽ 9 ആണ്, ബ്ലോക്കിൻ്റെ കേസിൽ എപ്പോഴും ആൽഫയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ആ വാല്യൂസ് എല്ലാം ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലോവർ വാല്യൂ പൈൽ ഗ്രൂപ്പ് കപ്പാസിറ്റി കൺസിഡർ ചെയ്യുന്നു. എന്നിട്ട് അലോവബിൾ ലോഡ് എന്ന് പറയുന്നത് / FOS ആണ്. അത്രേ ഉള്ളൂ. സ്റ്റെപ്സ് എങ്ങനെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആ ക്വസ്റ്റിൻ്റെ അകത്ത് ചെറിയ ആംബിഗിറ്റി ഉള്ളതുകൊണ്ട്. ഈ ക്വസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്നത് QU ഉണ്ട്, QU/2 എന്ന് കൊടുത്തേക്കുന്നത്. QU വാല്യൂ വന്നേക്കുന്നത് കൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ വന്നേക്കുന്നത്. അപ്പോൾ Cൻ്റെ വാല്യൂ എന്ന് പറയുന്നത് QU/2 ആണ്. പിന്നെ ബാക്കിയുള്ളതെല്ലാം സെയിം ആണെന്ന് തോന്നുന്നു, നേരത്തെ ഉള്ളത് തന്നെ ആണ്. അത് ഈ കേസിൽ നമ്മൾ ബെയറിംഗ് കൺസിഡർ ചെയ്യുന്നത്, ഫ്രിക്ഷൻ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവസാനം സ്പേസിങ് ബിറ്റ്വീൻ ഇത് കണ്ടുപിടിക്കാൻ പറയുന്നു. നമ്മൾ നേരത്തെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ്, സെയിം സ്റ്റെപ്സ് ഒക്കെ തന്നെയാണ്. വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ എഫിഷ്യൻസി = 100% നമ്മൾ പറഞ്ഞിട്ട് ഈ പറയുന്ന ബ്ലോക്കിൻ്റെ കപ്പാസിറ്റിയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയും നമ്പർ ഓഫ് പൈൽസ് എന്ന രീതിയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിനിമം സ്പേസിങ് ഈസ് അറ്റ്ലീസ്റ്റ് 3 times the diameter. Okay, പക്ഷേ ഇറ്റ് മേ ബി ഹൗഎവർ മെൻഷൻ ദാറ്റ് ദ മിനിമം സ്പേസിങ് ഇസ് 3 times the diameter എന്നുള്ള ക്ലോസ് മീൻസ് ഒരു കണ്ടീഷൻ അവർ പറയുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി എക്സാം വരുമ്പോൾ നോക്കണ്ട, ഏത് വാല്യൂ ആണോ കിട്ടുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് കമൻറ്റ് എങ്ങനെ ഇട്ടാൽ മതി. അതനുസരിച്ച് ഇത് ഇങ്ങനെ ഡീറ്റെയിൽഡ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പറയാം. സെയിം സ്റ്റെപ്പ് ആയതുകൊണ്ടാണ് ഞാൻ പിന്നെയും പറയാത്തത്. പിന്നെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പൈലുണ്ടെന്ന് വെച്ചോ. അപ്പോൾ ഈ പൈലിൻ്റെ സൈഡിലുള്ള സോയിൽ ഫ്രിക്ഷൻ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷേ ഇതിൻ്റെ സൈഡിൽ ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു 1 meter ഡെപ്തിലുള്ള സോയിൽ എന്ന് പറയുന്നത് ലൂസ് സോയിലാണെന്ന് വെച്ചോ. അപ്പോൾ ആ ലൂസ് സോയിൽ മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എങ്ങാണ്ട് റൈസ് ചെയ്യുന്ന സമയത്ത് ഈ സോയിൽ വേണമെങ്കിൽ താഴോട്ട് താഴാം, അല്ലെങ്കിൽ ചെന്ന് കോമ്പാക്റ്റ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ തിക്നെസ് കുറയാം. അപ്പോൾ ആ കേസിൽ ഈ സോയിൽ ഈ പറയുന്ന പൈലിന് മുകളിൽ താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ അടിയിലുള്ള മീൻസ് അഡ്ജസ്റ്റൻ്റ് ആയിട്ടില്ല, അതിൻ്റെ വിസിനിറ്റിയിലുള്ള സോയിൽ എന്ന് പറയുന്നത് മുകളിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഈ കേസിൽ ഈ മണ്ണ് ഇങ്ങനെ കംപ്രസ് ആകുന്നതുകൊണ്ട് ഈ സോയിൽ താഴോട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതായത് നമുക്ക് നെഗറ്റീവായിട്ടായിരിക്കും. അതായത് യൂഷ്വലി സോയിലിൻ്റെ അഡ്ജസ്റ്റൻറ്റ് സോയിലിൻ്റെ ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിനെ ഒപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോഡിനെ ഒപ്പോസ് ചെയ്യുന്ന പോലെ ആയിരിക്കണം വരുന്നത്. എന്നാലേ നമുക്ക് കപ്പാസിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ സോയിൽ ഇങ്ങനെ കംപ്രസ് ആകുന്നതുകൊണ്ട് ലോഡിൻ്റെ സെയിം ഡയറക്ഷനിൽ വരും. അതുകൊണ്ടാണ് നമ്മളതിന് നെഗറ്റീവ് ഇതെന്ന് പറയുന്നത്. അതായത് റെസിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഇത് ലോഡിൻ്റെ കൂടെ തന്നെ താഴോട്ട് സ്ട്രെസ് ചെയ്യും. അപ്പോൾ ഇത്രയും റീജിയനിലുള്ള സോയിൽ ബെയർ ചെയ്യുന്നു മീൻസ് ലോഡ് ബെയർ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് പൈലിൻ്റെ മുകളിൽ താഴോട്ടൊരു എക്സ്റ്റേണൽ ഫോഴ്സും കൂടെ ക്രിയേറ്റ് ചെയ്യും. അതിനാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് ഉണ്ട്, പ്രോബ്ലം ഉണ്ട്.
When the soil layer surrounding a portion of the pile shaft settles more than the pile, a downward drag occurs on the pile. The drag is known as negative skin friction as shown in the figure. When the fill is placed on a compressible soil deposit, consolidation of the compressible material takes place when the piles are driven through. Compressible soil before consolidation is complete or the site has newly placed fill or will be placed in future. അതായത് ഈ കൺസൾട്ടേഷൻ ഇങ്ങനത്തെ സംഭവം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ പറയുന്ന പൈൽ താഴോട്ട് നീക്കുന്ന സമയത്ത് അടുത്തുള്ള സോയിൽ കൺസോളിഡേറ്റ് ആകുന്നതാണ്. ഇങ്ങനൊരു കൺസോളിഡേഷൻ ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് ആ സൈറ്റിൽ പുതിയതായിട്ട് ലൂസ് സോയിൽ എങ്ങാനും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന കേസിലൊക്കെയാണ് ഇങ്ങനത്തെ ലൂസ് ലെയർ അല്ലെങ്കിൽ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. The downward movement of soil develops skin friction between the pile and the surrounding soil, and it is termed as negative skin friction. Negative skin friction can be developed from lowering of water table in compressible soils such as clay, peat, mud, and soft soil, and also due to the increase in stress by some means, filling അങ്ങനെ എന്തെങ്കിലും മീൻസ് അടുത്തുള്ള ഏരിയയിൽ സോയിലിൻ്റെ മുകളിൽ പിന്നെയും വേറെ സോയിൽ ഇടുമ്പോഴത്തേക്കും അത് കംപ്രസ് ആവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം അത്രയേ ഉള്ളൂ. അത് പ്രത്യേകിച്ച് മനസ്സിലായില്ല. ഓഡിയോ മീൻസ് സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ അണ്ടർസ്റ്റുഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. The net ultimate load carrying capacity of the pile is given by the equation QU is equal to QU minus negative skin friction. അതായത് ആക്ച്വലി ടോട്ടൽ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് ദ പൈൽ ഡ്യൂ ടു നെഗറ്റീവ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോയിൽ കംപ്രഷൻ ഉണ്ടാകുന്ന കേസിൽ പുതിയ ബെയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ബെയറിംഗ് കപ്പാസിറ്റി മൈനസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആയിരിക്കും. ഓക്കെ, വേർ QU is equal to ultimate bearing capacity of the pile, QNSF is equal to negative skin friction, QU dash is equal to net ultimate load. Negative skin friction can be eliminated by providing a protective sleeve or a coating for the section which is surrounded by the settling soil. അതായത് ഈ പറയുന്ന പൈലിൻ്റെ ചുറ്റും ഒരു നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളിൽ ഒരു കോട്ടിംഗ് പോലെ കൊടുക്കാൻ പോയാൽ ഈ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ആക്ട് ചെയ്യത്തില്ല. അതായത് ഈ പറയുന്ന പൈലിൻ്റെ ഈ ഏരിയയിൽ ഒരു പറയുന്ന ഒരു പ്രൊട്ടക്റ്റിംഗ് കോട്ട് അല്ലെങ്കിൽ ഒരു ഫ്രിക്ഷൻ ജനറേറ്റ് ആകാത്ത ടൈപ്പ് ഒരു കോട്ടിംഗ് കൊടുത്ത് ചെയ്യാൻ പോയാൽ ഇത് കാരണം ഫ്രിക്ഷൻ ക്രിയേറ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് കാരണം താഴോട്ടൊരു ഫോഴ്സ് വരത്തില്ല, നെഗറ്റീവ് ഫോഴ്സ് വരത്തില്ല. Negative skin friction as a sum of individual piles. To compute the negative skin friction on a group of piles, the minimum value of following equation should be used. അപ്പം നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പൈലിൻ്റെ മുകളിൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഒരു പൈലിലെ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഇൻറ്റു നമ്പർ ഓഫ് പൈൽസ് അങ്ങനെ വരുമ്പോഴത്തേക്കും QNSF is equal to P into LN into C. ഈ P എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് പൈൽ അല്ലെങ്കിൽ P ഇൻറ്റു LN എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ കേർഡ് സർഫസ് ഏരിയ ആണ്. പെരിമീറ്റർ ഓഫ് ദ പൈൽ ഇൻറ്റു ലെങ്ത് ഓഫ് ദ ഫിൽ. ആ ഫില്ലിൻ്റെ റീജിയനിലുള്ള കേർഡ് സർഫസ് ഏരിയ ഇൻറ്റു C അല്ലെങ്കിൽ കോഷൻ ഓഫ് ഇത്. അപ്പോൾ QNSF is equal to half ഇൻറ്റു ഇത് കോഹസിവ് സോയിലിൻ്റെ കേസിലാണ്. പിന്നെ കോഹഷൻലെസ് സോയിലിൻ്റെ കേസിലാണെങ്കിൽ ഇത് കോഹഷൻ സോയിലിൻ്റെ ഇക്വേഷനിൽ മീൻസ് കേർഡ് സർഫസ് ഏരിയ ഇൻറ്റു കോഹഷൻ. അതേ സമയത്ത് കോഹഷൻലെസ് സോയിലാണെങ്കിൽ ഹാഫ് ഇൻറ്റു P ഇൻറ്റു LN സ്ക്വയർ ഇൻറ്റു ഗാമ K tan 0 അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു LN ഗാമ. ജസ്റ്റ് ഇക്വേഷൻ ഇതുവരെ പഠിക്കാറില്ലാതെ കണക്ഷൻ ഒന്നുമില്ല. മറ്റേ നമ്മൾ നോർമൽ പൈലിൻ്റെ കേസ് എങ്ങനെ K tan ഡെൽറ്റ ഇൻറ്റു നമ്മളെന്തോ ചെയ്യുക ഏരിയ ഓഫ് PD ഡയഗ്രാം എന്നാണ് പറയുന്നത്. അപ്പോൾ PD ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഗാമ ഇൻറ്റു ഡെപ്ത് അല്ലേ, ഗാമ ഇൻറ്റു LN പിന്നെ P ഇൻറ്റു L ഇൻറ്റു ഹാഫ്. അതാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. നമ്മളത് എപ്പോഴും മറത്താൽ മതി. നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ കേസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഏരിയയുടെ കേസിൽ വേരിയേഷൻ വരത്തുള്ളൂ. ബാക്കിയുള്ള ടേംസ് എല്ലാം സെയിം ആണ്. കോഷൻ ആണെങ്കിലും മറ്റേതാണ് ഓക്കെ ഇറങ്ങിലും ഏതാ കോഷൻലെസ് സോയിലാണെങ്കിലും ജസ്റ്റ് ഈ പുതിയ ഡെപ്ത് എന്ന് പറയുന്നത് ആ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഒക്കെ പറയുന്ന ഡെപ്ത് ആണെന്ന് മാത്രം ഓർത്താൽ മതി. Gamma is equal to unit weight of fill. K0 is equal to earth pressure coefficient at rest. പിന്നെ ഡെൽറ്റ എന്ന് പറയുന്നത് വേരീസ് ബിറ്റ്വീൻ 5/2 and 5. ആ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പൈലിൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. അല്ലെങ്കിൽ ഇപ്പോൾ ഓർത്തിരിക്കാനാണെങ്കിൽ നമ്മൾ നോർമൽ പൈലിൻ്റെ കേസിൽ എങ്ങനെയാണ് K tan ഡെൽറ്റ ഇൻറ്റു എന്തായിരുന്നു ഏരിയ ഓഫ് PD ഡയഗ്രാം ഇൻറ്റു പെരിമീറ്റർ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ ചെയ്തത്.
ഓക്കെ, ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം ഇൻറ്റു പെരിമീറ്റർ. പി എന്ന് പറയുന്ന പെരിമീറ്ററാണ്. പിന്നെ K0 ടാൻ ഡെൽറ്റ ഇൻറ്റു ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം. ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് എന്തായിട്ട് എടുക്കുന്നത്? ഗാമ ഡി. ഈ കേസിൽ ഡി എന്ന് പറയുന്നത് എൽ എൻ ആണ്. അപ്പോൾ ഗാമ ഇൻറ്റു എൽ എൻ എന്ന് പറയുന്നതാണ് ബേസ്. ഹൈറ്റ് എത്രയാണ്? എൽ എൻ അല്ലെങ്കിൽ എൽ എൻ. പിന്നെ ഹാഫ് എന്ന് പറയുന്ന ഇതായിട്ട് എടുക്കും. നമ്മളിപ്പോൾ വരയ്ക്കാനാണെങ്കിൽ കുറച്ചുകൂടെ മനസ്സിലാകാൻ വേണ്ടി ഇപ്പം ഇങ്ങനെയല്ല നമ്മളിത് വരയ്ക്കാറുണ്ടായിരുന്നു. അപ്പം ഈ വാല്യൂ എന്ന് പറയുന്നത് ഗാമ ഇൻറ്റു എൽ എൻ ആയിട്ട് വരും. അപ്പം ഇങ്ങനൊരു പൈലുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും റീജിയനിലാണ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ നടക്കുന്നത് വെച്ചോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗാമ ഇൻറ്റു എൽ എൻ എന്ന് പറയും. ഇത് എൽ എൻ ലെങ്ത്താണ്. ഈ ഭാഗം എന്ന് പറയുന്നത് എൽ എൻ ലെങ്ത്താണ്. അപ്പം ഈ ലെങ്ത് എന്ന് പറയുന്നത് ഗാമ എൽ എൻ, ഇതെന്ന് പറയുന്നത് എൽ എൻ. അപ്പോൾ ഏരിയ എങ്ങനെയായിരിക്കും? ഹാഫ് ഇൻറ്റു ഗാമ എൽ എൻ ഇൻറ്റു എൽ എൻ, അതായിരിക്കും ടോട്ടൽ ഏരിയ. അപ്പം K0 ടാൻ ഡെൽറ്റ ഇൻറ്റു ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം, അതായത് ഹാഫ് ഗാമ എൽ എൻ ഇൻറ്റു എൽ എൻ അല്ലെങ്കിൽ ഹാഫ് ഗാമ എൽ എൻ സ്ക്വയർ ഇൻറ്റു പെരിമീറ്റർ. ഇങ്ങനെയാണ് ഇക്വേഷൻ കിട്ടിയേക്കുന്നത്. ഓക്കെ, ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് പൈലിൻ്റെ സെക്ഷൻ ഒന്നുകൂടെ നോക്കിയാൽ മതി. ഇതെന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു? നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഡ്യൂ ടു ഇൻഡിവിജ്വൽ പൈൽസ്. ബ്ലോക്കിൻ്റെ കേസിലാണെങ്കിൽ ദ പൈൽസ് ആർ പ്ലേസ്ഡ് ക്ലോസ് ടു ഈച്ച് അതർ, ദ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് മേ ആക്ട് എഫക്റ്റീവ്ലി ഓൺ ദ പൈൽ ബ്ലോക്ക് പെരിമീറ്റർ ഓഫ് ദ പൈൽ. അതായത് അതിൻ്റെ ഫുൾ പെരിമീറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം പെരിമീറ്റർ ഓഫ് ദി ഗ്രൂപ്പ് ഇൻറ്റു ലെങ്ത് ഓഫ് ദി അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ദി നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ, അതാണ് എൽ എൻ ഇൻറ്റു സി പ്ലസ് ഏരിയ ഓഫ് സെക്ഷണൽ ഏരിയ, അതായത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു എൽ എൻ ഇൻറ്റു ഗാമ. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഈ ലോജിക്ക് എന്ന് വെച്ചാൽ ഈ പാർട്ട് മനസ്സിലായല്ലോ. നമ്മൾ നേരത്തെ പൈലിൻ്റെ കേസ്, ഇൻഡിവിജ്വൽ പൈലിൻ്റെ കേസ് ചെയ്ത പോലെ തന്നെ മറ്റേ ബ്ലോക്ക് വരുമ്പോഴത്തേക്കും പെരിമീറ്റർ ഓഫ് ദ ബ്ലോക്ക് ഇൻറ്റു ഡെപ്ത് ഓഫ് ദ നെഗറ്റീവ് സെക്ഷൻ. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഓഡിയോ ഇട്ടാണ്, ബിക്കോസ് വീഡിയോ ആയിട്ട് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഒരു കമൻറ്റ് എങ്ങനെ ഇടാകുമ്പോൾ അത് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് ചെയ്തേക്കാം. ഈ പറയുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ സോയിൽ സർഫസ് ഇതാണെന്ന് വെച്ചോ, ഇത് താഴോട്ട് ഇങ്ങനെ ഉണ്ടെന്ന് വെച്ചോ. പക്ഷേ ഇത്രയും റീജിയനിൽ മാത്രമേ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും റീജിയനിലുള്ള റീജിയൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എൽ എൻ ആണ്. അപ്പം ആ റീജിയൻ്റെ ഇങ്ങനൊരു ബ്ലോക്ക് എടുക്കാൻ പോയാൽ ഇതിൻ്റെ കേർഡ് സർഫസ് ഏരിയ, അപ്പോൾ പെരിമീറ്റർ ഇൻറ്റു എൽ എൻ ആയിരിക്കുമല്ലോ കേർഡ് സർഫസ് മീൻസ് സൈഡ് ഏരിയ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത്, അത് ഇൻറ്റു സി ആയിരിക്കും കോഹഷൻ കാരണമുള്ള നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ. പിന്നെ നമ്മൾ ബെയറിംഗ് കാരണമുള്ള നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു ബ്ലോക്ക് വരച്ചില്ലേ, ഇങ്ങനൊരു ബ്ലോക്ക്, ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് എൽ എൻ. പക്ഷേ താഴോട്ട് സോയിലുണ്ട്, പിന്നെ താഴോട്ട് ഈ പൈൽ എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. പക്ഷേ ഇത്ര എൽ എൻ എന്ന് പറഞ്ഞ റീജിയനിൽ മാത്രമേ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉള്ളൂ. ആ ബ്ലോക്കിൻ്റെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സോയിൽ. അപ്പോൾ വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെയാണ്? ഈ പറയുന്ന ഏരിയ ഇൻറ്റു ഡെപ്ത്ത് ഇൻറ്റു ഈ ഡെൻസിറ്റി. അങ്ങനെയാണ് നമുക്ക് ആ ബെയറിംഗ് കാരണമുള്ള നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ബ്ലോക്കിൻ്റെ കേസിൽ കിട്ടുന്നത്. ഓക്കെ, maximum among the equation of equation 1 and equation 2 for the factor of safety calculation of negative skin friction. ഇതാണ് നമ്മൾ പറയുന്ന പോലെ ഏതാ ഈ ഇക്വേഷൻ QSNSF നമ്മൾ വേണമെങ്കിൽ ഇത് കോഷൻ വെച്ച് കണ്ടുപിടിക്കാം. ഈ പറഞ്ഞ പോലെ ബെയറിംഗ് മീൻസ് ലാറ്ററൽ സൈൻസ് ഫ്രിക്ഷൻ, ഇത് രണ്ട് ഫ്രിക്ഷനിലാണല്ലോ. അപ്പോൾ ഫ്രിക്ഷനിലായിട്ട് എടുക്കുന്ന സമയത്ത് കോഷൻ കേസും കോഷൻലെസ് കേസും ഇൻറ്റു നമ്പർ ഓഫ് ഇത് ഈ വാല്യൂ ആണോ അതോ ബ്ലോക്ക് ഷിയറിൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ലാറ്ററൽ സൈഡ് കോഹഷനും പിന്നെ ഈ വെയിറ്റ് ഓഫ് ദി സോയിലും താഴോട്ട് ആക്ട് ചെയ്യും. ഈ രണ്ടുകൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഏതാണോ ഗ്രേറ്റർ, ആ ഗ്രേറ്റർ വാല്യൂ ആയിരിക്കും നമ്മൾ നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷന് അസ്യൂം ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ പ്രോബ്ലം, ഇൻ എ ഗിവൺ ഫിഗർ ലെറ്റ് LN ഈക്വൽ ടു 2 മീറ്റർ, അതായത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകുന്ന ഡെപ്ത്. The pile is a circular in cross section with diameter of 0.305 meter for the fill that is above the water table.
Gamma is equal to 16 and phi dash is equal to 32 degrees. Find the total drag force. Use delta is equal to 0.6 into phi dash. ഡെൽറ്റ യൂസ് ചെയ്യാനുള്ള ഇക്വേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സാധനം നമുക്ക് ഡെൽറ്റയുടെ വാല്യൂ തരും. ഡെൽറ്റയുടെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ ഡെൽറ്റ നേരെ ഫൈ ആയിട്ട് അങ്ങ് കൺസിഡർ ചെയ്താൽ മതി. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് ഫൈ ഡാഷ് ഇൻറ്റു 0.6 എടുക്കുമ്പോൾ ഡെൽറ്റ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചോദിച്ചേക്കുന്നത് എന്താണ്? ഫൈൻഡ് ദ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ്, അല്ലെങ്കിൽ താഴോട്ടുള്ള നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷനാണ് അവർ ചോദിച്ചേക്കുന്നത്. ഇത് കോഷൻലെസ് സോയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ കോഷൻലെസ് സോയിലിൻ്റെ സ്കിൻ ഫ്രിക്ഷൻ ഇക്വേഷൻ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു ഏരിയ ഓഫ് പി ഡി ഡയഗ്രാം ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു കെ ടാൻ ഡെൽറ്റ. K0ൻ്റെ വാല്യൂ നമുക്ക് 1 - sin phi എന്ന് പറഞ്ഞ്. ഓക്കെ, നമ്മൾ സാധാരണ മറ്റേ പൈൽ ചെയ്ത സമയത്ത് K0ൻ്റെ വാല്യൂ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ K0ൻ്റെ വാല്യൂ തരും എന്നുള്ള അസംഷനിലായിരുന്നു. K0ൻ്റെ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരത്തെ മൊഡ്യൂൾ 3ൻ്റെ അകത്ത് പറഞ്ഞ പോലെ K0 എന്ന് പറയുന്ന ആട്രസ്റ്റിലുള്ള ഈ ലാറ്ററൽ എർത്ത് പൊസിഷൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് ആണ് എടുക്കുന്നത്. അപ്പം K0 = 1 - sin phi എന്ന് നമ്മൾ എടുക്കും. അപ്പോൾ sin phiയുടെ വാല്യൂ നമുക്ക് അറിയാവുന്നതുകൊണ്ട് 1 - sin phi 0.47 എന്ന് കിട്ടി. ബാക്കിയുള്ള ടേംസ് എല്ലാം ഇക്വേറ്റ് ചെയ്യുക. അതായത് ഹാഫ് ഇൻറ്റു പെരിമീറ്റർ എത്രയാണ്? പൈ ഇൻറ്റു ഡി, അതാണല്ലോ പെരിമീറ്റർ. 2πr അല്ലെങ്കിൽ പൈ ഡി എന്ന് പറയുന്നതാണ് പെരിമീറ്റർ. ഹാഫ് ഇൻറ്റു പൈ ഡി ഇൻറ്റു ഏരിയ ഓഫ് ഇത് പി ഡി ഡയഗ്രാം, ഹാഫ് ഇൻറ്റു ഗാമ ഇത് ln² ഇൻറ്റു ഗാമ ഇൻറ്റു K0ൻ്റെ വാല്യൂ അറിയാം ഇൻറ്റു ടാൻ ഡെൽറ്റ. ടാൻ ഡെൽറ്റയുടെ വാല്യൂ എങ്ങനെയാണ്? ഡെൽറ്റ = 0.6 ഇൻറ്റു 5 എന്ന് ക്വസ്റ്റൻ തന്നിട്ടുണ്ട്. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സും കിട്ടും. ഓക്കെ, പിന്നെ ഒരു ഗ്രൂപ്പ് പൈലിൻ്റെ ഒരു ക്വസ്റ്റനും കൂടെ. A square pile group of 16 pieces, 16 piles penetrates through a filled up soil of 3 meter depth. The pile diameter is 250 mm and the pile spacing is 0.75 meters. The unit cohesion of the material is 18 kN per meter square and the unit weight of the soil is 15 kN per meter cube. Draw the plan and sectional elevation of the pile groups and compute the negative skin friction. ക്വസ്റ്റൻ്റെ അകത്ത് എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, സ്പേസിങ് എത്രയാണ്? 0.75 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു സൈഡിലെ ലെങ്ത് എടുക്കാമല്ലോ. 0.75 × 3 പ്ലസ് ഡയമീറ്റർ. അപ്പോൾ 0.75 × 3 പ്ലസ് ഡയമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും 2.5 മീറ്റേഴ്സ് എന്ന് തന്നെ കിട്ടും ഈ വാല്യൂ. ഓക്കെ, പിന്നെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാനുള്ള എന്തായിരുന്നു? ഡ്രോ ദ പ്ലാൻ ആൻഡ് സെക്ഷണൽ എലിവേഷൻ. അപ്പം വരയ്ക്കാനുള്ള അറിയാമായിരിക്കുമല്ലോ. നമുക്ക് ടോട്ടൽ ഡെപ്ത്ത് ടോട്ടൽ ഡെപ്ത്ത് തന്നിട്ടില്ല, ജസ്റ്റ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷനുള്ള ഈ റീജിയൻ ഡെപ്ത്ത് മാത്രമേ തന്നിട്ടുള്ളൂ. ആ ഡെപ്ത്താണ് 3 മീറ്റേഴ്സ്. The square pile group of 16 piles penetrates a filled up soil at a depth of 3 meters. അപ്പം ആ 3 മീറ്റർ ഡെപ്തിലായിരിക്കും നമുക്ക് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാവുക. അപ്പം ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഇത്രയും ഭാഗത്ത് മാത്രം ലൂസ് സോയിലുള്ളൂ. അപ്പോൾ ഫിഗർ ഇങ്ങനെ വരുന്നത് മനസ്സിലായല്ലോ. കൂടുതൽ പറയാനൊന്നുമില്ല. ഇപ്പം പറയാനാണെങ്കിൽ എന്താ പ്രത്യേകിച്ചൊന്നും വെച്ചാൽ ലൂസ് സോയിൽ ഇത്രയും ഡെപ്തിലുണ്ട്, ബാക്കി സോളിഡ് സോയിലാണ്. അപ്പോൾ ഇവിടെ മാത്രം സ്കിൻ ഫ്രിക്ഷൻ, ഈ റീജിയനിൽ മാത്രമേ സ്കിൻ ഫ്രിക്ഷൻ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്ലാൻ ഏരിയയാണ്. പ്ലാൻ ഏരിയയുടെ ഒരു സൈഡ് ബ്ലോക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു സൈഡിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഒരു സിംഗിൾ പൈലിൻ്റെ, പിന്നെ ഇത് കോയ്സീവ് സോയിലൊന്നും കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. പിന്നെ വേറെ കാര്യം, നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ്റെ കേസ് വരുമ്പോൾ നിങ്ങൾ പോയിൻറ്റ് ബെയറിംഗ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ വരുന്നത് ഫ്രിക്ഷൻ ബെയറിംഗ് പൈൽസിന് മാത്രമാണ്. അപ്പോൾ ഫ്രിക്ഷൻ മാത്രമേ ആ പൈൽസിലുള്ളൂ. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതായിരുന്നു. അപ്പോൾ സിംഗിൾ പൈൽ ഫെയിലിയർ. അപ്പോൾ സിംഗിൾ പൈൽ ഫെയിലിയറിൻ്റെ കേസ് വെച്ച് അസ്യൂം ചെയ്യുന്ന സമയത്ത് ഒരു പൈലിൻ്റെ ഫെയിലിയർ എന്താണ്? പെരിമീറ്റർ ഇൻറ്റു ലെങ്ത്ത്, അതായത് കേർഡ് സർഫേസ് ഏരിയ ഇൻറ്റു സി വാല്യൂ. ഈ വാല്യൂസ് എല്ലാം ക്വസ്റ്റന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പൈലിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 42.41 എന്ന് കിട്ടും. പൈ ഇൻറ്റു ഡയമീറ്റർ ഇൻറ്റു എൽ, അല്ലെങ്കിൽ ഈ ഡെപ്ത് ഓഫ് ലൂസ് ഫിൽ ഇൻറ്റു കോഷൻ. അപ്പോൾ 42.41 എന്ന് കിട്ടും. ഇൻറ്റു നമ്പർ ഓഫ് പൈൽ 16 എണ്ണം. അപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി ഇൻ ടേംസ് ഓഫ് സിംഗിൾ പൈൽ ഫെയിലിയർ എന്ന് കിട്ടും. ബ്ലോക്ക് ഫെയിലിയർ ഓഫ് പൈൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെങ്ങനെയാണ്? കേർഡ് സർഫേസ് ഏരിയ, അല്ലെങ്കിൽ കേർഡ് ഏരിയ, ലാറ്ററൽ ഏരിയ എന്ന് പറയുന്നത് 4 × 2.5 പെരിമീറ്റർ ഇൻറ്റു ഡെപ്ത് ആണ്. അപ്പോൾ 4 × ഒരു സൈഡിൻ്റെ ലെങ്ത്ത് വന്ന് 2.5 നമ്മൾ നേരത്തെ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇവിടെ നിന്ന് 2.5 എന്ന് കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 × 2.5 പെരിമീറ്റർ കിട്ടും. ഇൻറ്റു ഡെപ്ത് വരുമ്പോഴത്തേക്കും ആ ലാറ്ററൽ സൈഡ് ഏരിയ കിട്ടും.
ഇൻറ്റു ഗാമ. ഗാമ എന്ന് പറയുന്നത് എത്ര? 18 പ്ലസ് ഈ പറയുന്ന ആ പെർട്ടിക്കുലർ റീജൻ അല്ലെങ്കിൽ ഈ ഒരു ഡെപ്തിൻ്റെ അകത്തുള്ള സോയിലിൻ്റെ വെയ്റ്റ്. അപ്പോൾ ഈ സോയിലിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോളിയം കണ്ടുപിടിക്കണം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം എത്രയാണ്? 2.5 × 2.5 × 3. അതാണ് അവിടുത്തെ വോളിയം. അതായത് ഏരിയ, ഇതിൻ്റെ ഏരിയ ഇൻറ്റു ഇവിടുത്തെ ഡെപ്ത്, അതായിരിക്കുമല്ലോ വോളിയം, ഇൻറ്റു ഡെൻസിറ്റി ഓഫ് സോയിൽ എടുക്കുമ്പോഴത്തേക്കും ആ വാല്യൂ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് നെഗറ്റീവ് ഡ്രാഗ് ഡ്യൂ ടു ഇത് കിട്ടും. എന്തുവായിരുന്നു? ബ്ലോക്ക് ആക്ഷൻ. അപ്പോൾ ടേക്കിംഗ് ദ ഹയർ വാല്യൂ എന്ന് പറയുന്നത് ബ്ലോക്ക് ആക്ഷൻ്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ടോട്ടൽ ഇത് നെഗറ്റീവ് സ്കിൻ ഫ്രിക്ഷൻ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം. 821.25 എന്ന് കമ്പ്യൂട്ട് ചെയ്യുന്നു.